ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് ഫോർ മെഡിക്കേഷനിൽ ദ ക്വാളിറ്റി ഓഫ് പേഷ്യൻ്റ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില മരുന്നുകൾ പേഷ്യൻസിന് സ്വയം അഡ്മിനിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതും അങ്ങനെ കഴിയേണ്ടതുമാണ്. ഫ്യൂച്ചറിൽ നമ്മുടെ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഡിസ്ചാർജായി വീട്ടിൽ പോയി കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യേണ്ട ചില മരുന്നുകളുണ്ട്. ഓറൽ ടാബ്ലറ്റ്സും മെഡിസിൻസ് സിറപ്പുകളൊക്കെ വലിയ പ്രശ്നമില്ല. പക്ഷേ ചില ഇഞ്ചക്ഷൻസും മറ്റ് ചില മരുന്നുകളുമൊക്കെ നമ്മൾ ഇവിടെ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ അത് പേഷ്യൻറ്റിന് സ്വയം സെൽഫ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പെർമിറ്റ് ചെയ്യുന്നതാണോ എന്നൊരു ലിസ്റ്റ് ഉണ്ടാവുന്നത് നല്ലതാണ്. അതെങ്ങനെയാണ് നമ്മൾ അവരെ സഹായിക്കേണ്ടത്, അതിനൊരു റിട്ടേൺ ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. സെൽഫ് അഡ്മിനിസ്ട്രേഷൻ മെഡിക്കേഷൻസ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ഓർഗനൈസേഷൻ അതങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് റിട്ടേൺ ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. അവർ ഉപയോഗിക്കുമെന്ന് കരുതി വിടുകയല്ല ചെയ്യേണ്ടത്. ബിഫോർ എവരി ഡോസ് നമ്മൾ അവരെ റിമൈൻഡ് ചെയ്യണം, മെഡിക്കേഷൻസ് ഉണ്ട്, ഇന്ന ഡോസിലാണ് എന്ന് അവരെ എവരി ഡോസിന് മുമ്പ് റിമൈൻഡ് ചെയ്യണം. എസ്പെഷ്യലി ഇൻസുലിൻ പോലെയും മറ്റ് ചില നമുക്കറിയാം ചില ഡ്രഗുകൾ. സോ അത് അവർ തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്ന് നമ്മുടെ ഓർഗനൈസേഷൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോഗ്രാം നമുക്കുണ്ടെങ്കിൽ ആ പ്രോഗ്രാം റിട്ടേൺ ഗൈഡ് ലൈൻസിന് ആനുപാതികമായിട്ടായിരിക്കണം. MOM 7J മെഷേഴ്സ് ടു ഗവേൺ പേഷ്യൻസ് സെൽഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻസ് ആർ ഇംപ്ലിമെൻറ്റഡ്. അതിനൊരു ഡോക്യുമെൻറ്റഡ് പ്ലാൻ ഉണ്ടാവണം. നമുക്ക് എപ്പോഴും അവരെ ഓർമ്മപ്പെടുത്താൻ ഉള്ള ഓർമ്മ നമുക്കുണ്ടാവണം. MOM 7J 10ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്, ഈ MOM 7ാമത്തെ സ്റ്റാൻഡേർഡിലെ 10ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്, നമുക്ക് ഓർമ്മയിൽ വയ്ക്കാം.